എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്ഷൻ ഓഫ് യുവർ പേഴ്സൺ ഇൻ ദി റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തേത് ഒരു പൈൽ റീഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് 3 പൈൽ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, ഒരു പൈൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് കിട്ടാൻ നല്ല പോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് പൈൽ തെരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് നോക്കാം. ഇവിടെ ടാറോ കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ മജീഷ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ ഹെർമിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഡെത്ത് ആൻഡ് റീബർത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് ഇത് ഈ ഒരു കാർഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ 10 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെന്റക്കിൾസ്. സോ സ്ട്രോങ്ലി എനിക്ക് കിട്ടുന്ന എനർജി ഒരു ഫാമിലിയുടെ ഒരു എനർജിയാണ് കിട്ടുന്നത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരുന്നിരിക്കാം. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ വൈസ് നിങ്ങളിപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെയോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലെസ് കോണ്ടാക്ട്, സെപ്പറേഷൻ, ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു മാറി നിൽക്കുന്ന, രണ്ടുപേരും തമ്മിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാകാം. അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വ്യക്തി ഒരു ഫാമിലിയെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിനെ കാണിക്കുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ വ്യക്തിക്ക് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ്, ഒരു സീരിയസ് അപ്രോച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്, കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹമുണ്ട്. മേ ബി ഈ വ്യക്തിയുടെ ഫാമിലി ഈ വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുന്നതായിട്ട്, തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫാമിലി ആകാം, റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസസ്, സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ്, കാസ്റ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അങ്ങനെ എന്തോ ഒരു കാര്യം സ്ട്രോങ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി തീർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച്, ഫാമിലി എന്ത് കരുതും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് കരുതും എന്നൊക്കെ വളരെ ഡീപ്ലി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒരുപാട് ചിന്തകൾ ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. ഓവർ തിങ്കിങ് എനർജി, അതായത് നമുക്ക് ഹെർമിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഓവർ തിങ്കിങ് എനർജി. അതായത് ഈ വ്യക്തി എല്ലാ വശങ്ങളെ കുറിച്ചും, എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് ഇൻ എനർജി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആകാനുള്ള ഒരു സാധ്യതയാണ്. തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കൊണ്ടുവരുന്നതാകാം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഓഫർ തരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു വിത്ത് ഏസ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, സോ വളരെ സോളിഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം, ഓഫർ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിത്ത് മജീഷ്യൻ കാർഡ് ഡെഫിനറ്റ്ലി ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ഒരുപാട് പ്രേയേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഒരുപാട് ഡിവൈൻ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിത്ത് 2 ഓഫ് സോർഡ്സ് ഡെഫിനറ്റ്ലി എതിർപ്പുകൾ ഒരുപാട് ഉണ്ടാകും. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ട് ഈ പേഴ്സണ്. എന്താണ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലാണ് നല്ല രീതിയിൽ ഈ ബന്ധം വർക്കാകുക, അല്ലെങ്കിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്താലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്ന ഒരു സമയം
സമയമാണ്. തീർച്ചയായിട്ടും ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് ഇവിടെ റീയൂണിയനെ കാണിക്കുന്ന കാർഡാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് മാറി നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് ഈ ഒരു റീഡിംഗിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നടത്തുന്നതായിട്ട്, പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അല്പം ടൈം കണ്ടേക്കാം, അല്പം വെയിറ്റിംഗ് കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ ഇനി ആഗ്രഹിക്കുന്നത് വളരെ സ്ട്രോങ്ങും അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു തീരുമാനം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്നുള്ള എതിർപ്പുകൾ കാരണമാണ് നിങ്ങളുടെ മാരേജ് വൈകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കാത്തത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ ഫാമിലി ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് കൂടെ നിൽക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്ലാൻസ് ഈ വ്യക്തി വർക്ക്ഔട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്പർ 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 222 ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാകാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത്, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കൂടി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 22 നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ഈ സോഡിയക് സൈൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ സോഡിയക് സൈൻസ് ആകാം, അല്ലെങ്കിൽ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം, ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദിവസമാകാം. ഓക്കെ, സോ ചെറിയ കുറച്ച് ക്ലോസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ സോഡിയക് സൈൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാ സോഡിയക് സൈൻസിനും ഈ റീഡിംഗ് ബാധകമാണ്. എന്നിരുന്നാലും നമുക്കിവിടെ കിട്ടിയ കാർഡ്സിന്റെ ബേസിസിൽ കൂടുതലും സ്ട്രോങ് ആയിട്ട് കിട്ടിയ സോഡിയക് സൈൻസ് ആണ് പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾ സോഡിയക് സൈൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ കാണുന്ന എനർജീസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമൈൻഡ് പേഴ്സണെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി കുട്ടികളിയായിട്ടല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണുന്നത്, ഒരു ഫ്യൂച്ചർ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഫർദർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് സാധ്യമാകുക എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ വർക്ക്ഔട്ട് ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് കൂടി എടുത്ത് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് ആണ്, എന്താണ് എന്ന് കൂടി നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരുപാട് പേർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ദിസ് കുഡ് ബി ദ വൺ. അതായത് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന, മനസ്സുകൊണ്ട് അടുത്തവരാണ്, മനസ്സുകൊണ്ട് അത്രയും ഫീലിങ്സ് ഉള്ളവരാണ്. ഈ ഒരു വ്യക്തിയെ അല്ലാതെ മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ പൂർണ്ണമായിട്ടും മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടാൻ, പ്രണയിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിശ്വസിക്കുന്നുണ്ട്. ഏഞ്ചൽസും സെയിം ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു ഫയൽ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ റീയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ, ഒരു പെർമനന്റ് സൊല്യൂഷൻ, പെർമനന്റ് റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹീലിംഗിന് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളുടെ ഹീലിംഗിന് വേണ്ടിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റ് ചെയ്യാം, റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. തീർച്ചയായിട്ടും താങ്ക് യു മെസ്സേജസ് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് മാറും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫസ്റ്റ് പയൽ തെരഞ്ഞെടുത്തവർക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പയൽ തെരഞ്ഞെടുത്ത ആളുകൾ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 2 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ സ്റ്റാർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്,
ദ ടവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ മൂൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് സോഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് സോഡ്സ് ആണ്. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്രേക്കപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതായത് സഡൻ ആയിട്ട് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ റീസൺ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, ഇമോഷണലി നിങ്ങൾക്ക് ഒരു ലെസ് കോണ്ടാക്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഈ വ്യക്തിയിൽ നിന്നും. കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു സെപ്പറേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അത് ഇമോഷണൽ ആകാം അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആകാം. സോ ഈ ഒരു വ്യക്തിക്ക് എനിക്ക് ഇവിടെ തോന്നുന്നത് സൊസൈറ്റിയുടെ എതിർപ്പുകൾ ഈ വ്യക്തിക്ക് ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും സൊസൈറ്റിയുടെ എതിർപ്പ് അല്ലെങ്കിൽ ഫാമിലിയുടെ എതിർപ്പുകൾ ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കണക്ഷനിൽ ലഭിക്കുന്നുണ്ട്, നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് കുറെ ഡിഫറൻസസ് ഉണ്ടാകാം, ഏജ്, സ്റ്റാറ്റസ്, റിലീജിയൻ, അല്ലെങ്കിൽ ചിലർക്കൊക്കെ മെറൈറ്റൽ ഡിഫറൻസസ് പോലും ഉണ്ടാകാം. അതായത് നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ മറ്റൊരു ഫാമിലി ഉള്ളതായിട്ടും ചില കാര്യങ്ങളിൽ, ചില ആളുകളുടെ കാര്യങ്ങളിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകളും ഇവിടെ പ്രസന്റ് ആകാം. ഓക്കെ, അതേപോലെ തന്നെ കുറച്ചു പേർക്ക് ഇത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അതായത് നല്ല ഫ്രണ്ട്സ് ആണ്, നല്ല മികച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കിടയിലുണ്ട്, എന്തും പറയാൻ സാധിക്കുന്ന ഒരു ബന്ധമായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ചു പേരൊക്കെ കൺഫസ് ചെയ്യാൻ പോലും ഇതുവരെയും നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് അറിയാൻ, അല്ലെങ്കിൽ ഈ വ്യക്തി അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആകുമോ, ലവ് റിലേഷൻഷിപ്പിലോട്ട് പോകുമോ, മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലോട്ട്, ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോകുമോ എന്ന ഒരു ഡൗട്ട് ഇവിടെ നിങ്ങൾക്കിടയിലുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരേജ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളുടെ ബന്ധം പോകുകയാണ് എങ്കിൽ, ലവ് റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എതിർപ്പുകൾ ലഭിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചിലർക്കൊക്കെ മറ്റൊരു ഫാമിലി ഉണ്ടാകാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എതിർപ്പ്, ഫാമിലിയുടെ എതിർപ്പ്, റിലീജിയൻ ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്പം അകലം കാണിക്കുന്നത് ഇങ്ങനെയുള്ള ചില എതിർപ്പുകൾ വന്നേക്കാം. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആ ഒരു വേദന അനുഭവിക്കേണ്ടി വരണ്ട, അങ്ങനെ ഒരു ചിന്താഗതി പോലും ചിലരുടെ കേസിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ കൺഫെഷൻ പോലും നടന്നിട്ടില്ല. നിങ്ങളിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെയിം ആ ഒരു ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺഫസ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സൺ അത് കൺഫസ് ചെയ്യാൻ മടി കാണിക്കുന്നത് ഇങ്ങനെ ചില പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് എന്നും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് സോഡ്സ് ഇൻ എനർജി തീർച്ചയായിട്ടും ക്ലാരിറ്റി ചില ഫീലിംഗ്സിൽ, ചില റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലൊക്കെ വരാനുണ്ട്. ചിലർക്കൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് പിക്ചറൈസേഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എന്താകും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസിന്റെ യാഥാർത്ഥ്യം എന്താണ്, ആരാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, തേർഡ് പാർട്ടി ഉണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം, കോൺഫിഡൻസ് ലെവൽ, നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇൻസെക്യൂരിറ്റി ഒരു തരത്തിൽ ഈ റിലേഷൻഷിപ്പിൽ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഇൻസെക്യൂർഡ് ആകേണ്ടി വരുന്ന അവസ്ഥകൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചർ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ. അതായത് ഒരുമിച്ചുണ്ടാകണമെന്ന് നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുമ്പോഴും വിട്ടു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. അതായത് ഫ്യൂച്ചർ ഉണ്ടാകുമോ, അതായത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കുമോ എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്.
ഓക്കെ, സോ തീർച്ചയായിട്ടും 9 ഓഫ് കപ്സിന്റെ എനർജി സ്ട്രോങ് അട്രാക്ഷൻ, വിഷ് ഫുൾഫിൽമെന്റ് ഒക്കെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കറിയാം പരസ്പരം ഒന്നിക്കേണ്ടവർ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന് എത്രമാത്രം ഇന്റൻസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന കാർഡാണ്. പക്ഷെ ഒരുപാട് ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് കാണിക്കുന്നു. എല്ലാം ക്ലിയർ ആക്കി മുന്നോട്ടേക്ക് പോകണം, പിന്നീട് പ്രോബ്ലംസ് വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇവിടെ കിങ് ഓഫ് സോൾസിന്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വളരെയധികം ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇനി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജസ് എന്താണ് എന്ന് കൂടി നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് സോൾമേറ്റ് എന്നുള്ളൊരു കാർഡാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോൾമേറ്റ് എനർജി, സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. സോൾമേറ്റ്സ് ആണ് നിങ്ങൾ എന്ന് ഇവിടെ ഏഞ്ചൽസ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് ഇത്രയും ആഴം തോന്നാൻ തന്നെ കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ന്യൂ ലവ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു പേർക്കൊക്കെ ലവ് ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ അധികം ഒരു ഇന്റിമസി തോന്നുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കൺഫസ് ചെയ്യുന്നില്ല, തുറന്ന് സമ്മതിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല ഫീലിങ്സ് എന്ന തരത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു പ്രണയമുണ്ട് എങ്കിൽ കൂടിയും അത് പ്രണയമാണോ അല്ലെങ്കിൽ അതിന് ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇവിടെ നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാകാം. സോ നിങ്ങൾ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഒരു ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാകണം, നല്ലൊരു ബന്ധമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളുടെ ബന്ധം പോകണം. അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തെങ്കിലും നിങ്ങൾക്ക് പരസ്പരം എങ്കിൽ അതിനൊക്കെയും ഒരു ക്ലിയർ കട്ട് പിക്ചറൈസേഷൻ, ഒരു ക്ലാരിറ്റി ലഭിക്കണം. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവ്നെസ് ലഭിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാം, നല്ലപോലെ മാനിഫെസ്റ്റ് ചെയ്യണം, ക്ലെയിം ചെയ്യണം നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് താങ്ക് യു മെസ്സേജസ് ഒക്കെ കമന്റ് ആയിട്ട് എഴുതാം. ഇത് കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാനും ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് വേഗത്തിൽ തന്നെ ലഭിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 6 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദ മൂൺ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇത് എൻ്റെ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ ലോകത്ത് വന്ന ആളാണ്, ഞങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. അങ്ങനെ ഒരു സ്പാർക്ക്, ഒരു ലവ് സ്പാർക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോടും തോന്നിയിട്ടുണ്ടാകാം. സോ തീർച്ചയായിട്ടും ഒരു സ്പാർക്ക് ഓഫ് ലവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് സൈറ്റിൽ, ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് പോലെയൊന്നും നിങ്ങൾ ആദ്യ കാഴ്ചയിലൊന്നും അതിനെ ചിന്തിച്ചിട്ടുണ്ടാകില്ല. ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നിയതോ ഇൻഫാക്ച്വേഷൻ ആണെന്നോ ഒരു ഫ്ലർട്ടിനെസ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകില്ല ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ കൂടുതൽ നിങ്ങൾ അടുത്തപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ഫീലിങ്സ് ഡെവലപ്പ് ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് തന്നെ ഈ ലോകത്ത് വന്ന നിങ്ങൾ കണ്ടുമുട്ടേണ്ടുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു അടുപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകളാണ്. മേ ബി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ഒരു ഇന്റൻസിറ്റി, ലവ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇന്റൻസിറ്റി, ഫ്രണ്ട്ഷിപ്പ് ഇന്റൻസിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ വളരെ കൂടുതൽ, ഒരുപാട് കാലത്തെ അടുപ്പം തോന്നിയിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ഹാബിറ്റ്സിലും ഹോബീസിലും ഇഷ്ടങ്ങളിലും ഒക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിട്ടുണ്ടാകും. ഒരാൾക്ക് മറ്റൊരാളെ കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുടെ
കൂടെ ഒരുപാട് കാലം പിണങ്ങി നിൽക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു അടുപ്പം നിങ്ങൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും വിത്ത് 4 ഓഫ് പെന്റക്കിൾസ് ഈ വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫർദർ സ്റ്റെപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിയിൽ കാണിക്കുന്നുണ്ട്. കാരണം കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് എന്തെങ്കിലും ഒരു തടസ്സം, എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് ഫീലിംഗ്സ് ഡെവലപ്പ് ആകുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം വിത്ത് മൂൺ കാർഡ് ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ആകുന്നുണ്ട്. അതേപോലെ തന്നെ 5 ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളില്ലാതെ ഹാപ്പി ആകാൻ സാധ്യമല്ല എന്ന തരത്തിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തീർച്ചയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാതെ മടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആകാനുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ഒരു ഹൈഡിങ് ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ തുറന്നു പറയണമെന്നും നിങ്ങൾക്കത് കേൾക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സണിലും ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഒരുപാട് ലോ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് സമ്മതിക്കാൻ, ഇവരുടെ ഈഗോ കാരണമോ അല്ലെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണമോ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഈ വ്യക്തിയെ റിജക്റ്റ് ചെയ്യുമോ ഒരു അക്സെപ്റ്റൻസ് ഭയക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനിയും ഓപ്പൺ അപ്പ് ആകാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫർദർ സ്റ്റെപ്പിന് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ് നിങ്ങൾക്ക് പരസ്പരം തോന്നുന്നുണ്ടാകാം. ഇവിടെ നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. ഏഞ്ചൽസ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് റിലീസ് യുവർ എക്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മാരേജ് കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കില്ല ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതും ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചതും ഒരുപാട് ഇൻസെക്യൂർഡ് ആയിട്ട് നിങ്ങളെ മാറ്റിയതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി തീർത്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് മുറിവുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് തുടർച്ചയിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ഇൻസെക്യൂർഡ് ആയി വരേണ്ടി വരുന്നത്. ഈ ബന്ധവും അങ്ങനെയാകുമോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എനിക്കിനി എൻട്രി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക് പോകുക, അങ്ങനെയുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. അതായത് തീർച്ചയായിട്ടും സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്ത ആളുകളാണ്. സോൾമേറ്റ് എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോൾമേറ്റ്സ് ആണ് എന്നാണ് ഏഞ്ചൽസും പറയുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് വിശദമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ സംസാരിക്കണം. ഒരു ക്ലിയർ കട്ട് പിക്ചർ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഒരിക്കലും മനസ്സിലൊന്ന് പുറമേ കുറച്ച് വേറെ മറ്റൊരു ഫീലിംഗ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാതെ ഒന്നും നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകരുത്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കി എല്ലാ ഇൻസെക്യൂർഡ് ഫീലിങ്സും എല്ലാ നെഗറ്റിവിറ്റീസും എല്ലാ മോശവും നന്മയും മോശവും ഒക്കെ പറഞ്ഞ് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പേഴ്സണിന് വേണ്ടിയും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, അത് റീറൈറ്റ് ചെയ്യാം, പ്രേയേഴ്സ് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക.
അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് പ്രേയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ വളരെ വിശ്വാസപൂർവ്വം വളരെ പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം, താങ്ക് യു മെസ്സേജസ് നിങ്ങൾക്ക് എഴുതാം. കാരണം താങ്ക് യു പറഞ്ഞ് ഈശ്വരനോട് നിങ്ങൾ നന്ദി പറയുമ്പോൾ കൂടുതൽ നല്ല ബ്ലെസ്സിങ്സ്, കൂടുതൽ പോസിറ്റീവ് അട്രാക്ഷൻസ്, ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് പറയാനുള്ളത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.